50 കൊല്ലമായി ഞാൻ അവിടെ വാടകയ്ക്ക് ഇരിക്കണം. എന്താ വിചാരിച്ചു കഴിഞ്ഞാല് ഞാൻ എന്റെ വാർഡിൽ തന്നെ ഒരുപാട് ആളുകള് ഈ വാടക കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഞാന് അവരുടെ കുറെ കാര്യങ്ങൾ പോയി ചോദിക്കുമ്പോൾ അവര് പറയും വാടക കൊടുക്കാൻ നിവർത്തിയില്ല. 50 വർഷം 30 വർഷം ഉള്ള ആളുകൾ വാടകയ്ക്ക് ഇരുന്നിട്ട് ഒരു നിവൃത്തിയില്ല. അവരെ ഭർത്താക്കന്മാരില്ല, അവരെ മക്കള് ഒരു വലിയ ക്ലിയർ ഇല്ലാത്ത ആയിരിക്കാം. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ നമ്മളെ മണ്ണാർക്കാട് ഒരു അറിയപ്പെടുന്ന നമുക്ക് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനടുത്ത് ഞാൻ പോയി ചോദിച്ചു, ഇങ്ങനെ മിച്ചഭൂമി നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധാരണക്കാരന് വാടകയ്ക്ക് ഇരിക്കുന്ന ആളുകൾക്ക് കൊടുക്കണതിന് എന്താണ്. അപ്പോ അയാള് പറഞ്ഞത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് സ്ത്രീകളെ ഞാൻ പോയി കണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർ ആധാർ കാർഡും ഒരു അപേക്ഷയും തന്നിട്ട് അത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും നമ്മളെ റവന്യൂ മന്ത്രിക്കും നമ്മളെ കേരളത്തിലെ നമ്മളെ മണ്ണാർക്കാട് മന്ത്രിക്കും ഒരു നിവേദനം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അത് മിച്ചഭൂമി ഇവിടെയൊക്കെ നമ്മളെ മണ്ണാർക്കാട് ചുറ്റുവട്ടത്തിന് ഒരുപാടുണ്ട്. അവർക്ക് എന്താണ് ഒരു 5 സെന്റ് 4 സെന്റ് സ്ഥലം ഒരു ഫോർമാലിറ്റി, ഒരുപാട് ഫോർമാലിറ്റികൾ ഉണ്ടാവും. പക്ഷെ അത് കൊടുക്കണം എന്നാ ഞാൻ പറയുന്നത്. അപ്പൊ അതിനൊന്ന് ശ്രമിച്ചു നോക്കുക, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പല കൗൺസിലർമാരും നിങ്ങൾക്ക് അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ പേരിൽ ആരോപണങ്ങൾ പല ആളുകൾക്കും പല രീതിയിലാണല്ലോ. അതൊന്നും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. നമ്മൾ എന്തിനാ ജയിച്ചു വന്നിക്കണത്? ജനപ്രതിനിധി വന്നിക്കണത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാനാ. ആ ഉപകാരപ്പെടാൻ പറ്റുന്ന കാര്യങ്ങള് 5 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. നമ്മൾ ആര് പരിദൂഷണങ്ങൾ പറയുന്നുണ്ടോ, നമ്മൾ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ, അവൻ എന്താ വിചാരിക്കുക, ഇവൻ എന്താ വിചാരിക്കുക, അത് ചിന്തിച്ചാൽ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകൂല. അവസ്ഥപ്പെട്ടിട്ടായിരിക്കും. ഞാൻ വീട്ടു ജോലിക്ക് പോകുന്ന ആളാണ്. ഓരോ ആ ടൈമിങ്ങിന് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ കേൾക്കുന്ന വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഓരോ വാക്കുകളാണ്. ഇറങ്ങിപ്പോകാൻ വരെ വന്നിട്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ്. 3 മക്കളാണ്, എനിക്ക് ചെറിയ മക്കളാണ് ഉള്ളത്. ഞാൻ വീട്ടു ജോലിക്ക് പോയിട്ട് വേണം നോക്കാന്. പിന്നെന്ന് പറഞ്ഞാല് അത് ഒന്ന് കടപ്പിലായി കഴിഞ്ഞാൽ അതും വഴിമുട്ടുന്ന അവസ്ഥയാണ്. കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ഇങ്ങനെ സ്ഥലം വാങ്ങിയത് കൊടുത്തു. അപ്പൊ അതിനും വഴിയില്ല. 10-35 വർഷമായിട്ട് ഇങ്ങനെ വാടകയ്ക്കായിരിക്കണം. 3 പിള്ളേരുണ്ട്. അവര് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എന്തെങ്കിലും ആവണൊക്കെ. ഇപ്പോഴത്തെ സ്ഥിതിഗതിക്ക് സ്ഥലങ്ങളൊന്നും വാങ്ങിക്കുന്ന പോലെ ഇല്ല. അപ്പൊ നിങ്ങളെ ഞങ്ങളെ വർത്തമാനം കേട്ടിട്ട് നിങ്ങളെ എന്തെങ്കിലും വഴി കാണിച്ചു തരുന്ന പ്രതീക്ഷിക്കുന്നു. ഇത് വാടക കൊടുക്കാൻ തന്നെ ഇന്ന് കഷ്ടപ്പെട്ടും വീട്ടുപണിക്ക് പോയിട്ടും അങ്ങനെയൊക്കെ പോയിട്ടാണ് ഇന്ന് ഓരോരുത്തരും ഈ വാടക കൊടുക്കില്ല, വാടകക്കാരെ വീടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത്. ഒരു മാസം തെറ്റിക്കഴിഞ്ഞാല് ആ വിഷമമൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഒരു ചട്ടി കെട്ടുകയാണെന്ന് പറഞ്ഞാൽ അതിനും വേണം 10,000-5,000 ഉറുപ്പിക. ഒരു വണ്ടി കുടിക്കണമെങ്കിൽ ആ ഒരു കഴിവുകളില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ വന്നുള്ള എല്ലാവരും. അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിമാരിതൊക്കെ കണ്ട് മുഖ്യമന്ത്രിയുമൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു 5 സെന്റ് സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ മലയിൽ പോയിട്ട് ഞങ്ങൾ ഈ ഉരുളപെടുന്ന ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തരരുതേ. ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ല. ഒക്കെ രോഗികളാണ്. ഞാൻ ബൈപ്പാസ് രോഗിയാണ്. ഇത് ആസ്മ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രോഗികളാണ്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വരെ ഈ ജലീല് ഞങ്ങൾക്കും വേണ്ടി സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്തവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഒരാളെന്താ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. കാരണം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒക്കെ വന്നിക്കണത് അല്ലേ? എല്ലാരും അങ്ങനെ തന്നെയല്ലേ വന്നിക്കണത്? 10-15 കൊല്ലമായി വാടക കൊടുത്ത് ജീവിക്കണം. വേറെ ഞങ്ങൾക്ക് സ്ഥലവും പേരൊന്നുമില്ല. ഒരു മാസം തെറ്റിയ അവര് വന്നിട്ട് പറയും ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ, ഞങ്ങൾ എവിടേക്കാ പോവുക പറഞ്ഞ ഈ കുറച്ചു നേരത്തെ കാക്കു പറഞ്ഞ മാതിരി ഞങ്ങൾക്കും പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രിമാര് ഒന്ന് കണ്ണു തുറന്ന് ഞങ്ങൾക്ക് ഒന്ന് കൂടക്കാഴ്ച ഒന്ന് നിങ്ങൾ നോക്കണം. നിങ്ങള് ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്ന വേണം എന്ന് പറയും. നമ്മളൊരു കോളനി പോലെ കാണുന്ന ആൾക്കാരല്ല നിങ്ങളെല്ലാരും. കാരണം കോളനിയിൽ താമസിക്കുന്ന ആൾക്കാര് എന്ന് പറയാൻ പാടില്ല, എല്ലാവരും മനുഷ്യന്മാരാ. അവരെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു വീട് ഉണ്ടാകുക എന്നൊരു സ്വപ്നമാണ്.